അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കിനി പാലാ മണ്ഡലത്തിലേക്ക് പോകാം. നേരെ നമ്മൾ കൂത്തുപറമ്പിൽ നിന്ന് പാലായിലേക്ക്. രൂപീകരണം മുതൽ ഇങ്ങോട്ട് KM മാണിയെ മാത്രം വെച്ചിരുന്ന അതിനുശേഷവും ഒരു മാണിയാണ് എന്നതാണ് അവിടുത്തെ കൗതുകം. മാണി വിട്ടൊരു കളിയില്ല പാലയ്ക്ക്. പാലായുടെ മാണിക്യം ഇത്തവണ മാണി സി കാപ്പൻ നമ്പറാണ്. റാങ്ക് 111ാമത്തെ റാങ്കാണ്. 111ാം റാങ്കാണ് പാലയിൽ മാണി സി കാപ്പന് കിട്ടിയിരിക്കുന്നത്. ഒരു കാര്യം, 34.1 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ സൈബർ ഇടങ്ങളിൽ ശക്തരല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ഓൺലൈൻ സർവേകളിൽ ചിലപ്പോൾ പിന്നിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ചെറിയ പാർട്ടിയുമാണ്, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പം കേരളത്തിൽ കോൺഗ്രസിന്റെയോ LDFന്റെയോ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവിനുള്ള പോലെ ഒരു സൈബർ പോരാളികൾ ഒരുപക്ഷെ മാണി സി കാപ്പൻ സംഘം ഉണ്ടാകില്ല. അപ്പം നമ്മളുടെ ഈ കണക്കുകൾ വരുന്നത് സ്വാഭാവികമായും ഡിജിറ്റൽ സർവേ ആയതുകൊണ്ട് തന്നെ മൊബൈൽ എടുക്കണം, OTP കൊടുക്കണം, മെനക്കെട്ടാൽ മാത്രമേ സർവേ ചെയ്യാൻ പറ്റൂ. മെനക്കെടുക മാത്രമല്ല, ഈ സംവിധാനത്തോടൊക്കെ പ്രവർത്തിക്കാൻ സംവിധാനങ്ങൾ കൂടി ശക്തമാണ് എങ്കിലാണ് കുറച്ചുകൂടി മാർക്ക് കിട്ടുക. അങ്ങനെ പരിമിതി ഈ സർവേക്കുണ്ട്. ഫാൻസി നമ്പർ ആണെന്ന് പറഞ്ഞാലും 111 പറയുമ്പോൾ എത്ര താഴെയാണ് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. പക്ഷേ പാലാ മണ്ഡലത്തിൽ മാണി സി കാപ്പന് ഇപ്പോഴും നല്ല കോൺഫിഡൻസ് ആണ്. മാണി സി കാപ്പനോട് ഏറ്റുമുട്ടാൻ പലപ്പോഴും പലർക്കും അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവിടെ കമ്പയർ ചെയ്യുക KM മാണിന്റെ വികസന പ്രവർത്തനങ്ങളുമായിട്ടും അല്ലെങ്കിൽ ആ വലിപ്പം വെച്ചിട്ട് ആവാനാണ് സാധ്യത. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇപ്പം ആ പാലാ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന KM മാണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ മാണി സി കാപ്പൻ എന്ത് ചെയ്യാൻ സാധിച്ചു? ഇപ്പൊ അവിടെ ഇറങ്ങി നോക്കിയാൽ കാണാം, പാലാ മണ്ഡലത്തിൽ KM മാണിയുടെ പേര് കാണാത്ത ഒരു ജംഗ്ഷൻ ഉണ്ടാവില്ല, ഒരു റോഡ് ഉണ്ടാവില്ല, ഒരു ബസ് ഒരു കാലത്ത് അവിടെ സ്റ്റാൻഡ് ഉണ്ടാവില്ല. നഗര കേന്ദ്രങ്ങളിലെ റോഡുകളിൽ കൂടി പോയിട്ട് പാലായിലെ റോഡുകളിൽ കൂടി പോയാൽ നമുക്ക് ആ സമയത്ത് അത് മനസ്സിലാകും. പാലാ തൊടുപുഴ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇത് എന്തൊരു റോഡാണെന്ന് പണ്ട് കാലത്ത് ചോദിച്ചു. അതായത് KM മാണി ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ പാലാ മണ്ഡലത്തിൽ KM മാണി ചെയ്തത് അത്ര നന്നായി മാണി സി കാപ്പന് ചെയ്യാൻ സാധിച്ചു എന്നൊരു കമ്പാരിസൺ കൂടി ഒരുപക്ഷെ ആ മണ്ഡലത്തിൽ വന്നിട്ടുണ്ടാവാം.